അതായത് എസ്റ്റിയുടെ ഡീലേഴ്സ് മീറ്റപ്പിൽ അവരെ വരാൻ പോകുന്ന മോട്ടോർ സൈക്കിളിന്റെ ഈ കാണുന്ന ഡീലേഴ്സ് മീറ്റപ്പിൽ അവരെ വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എസ് ഡി എന്ന ബ്രാൻഡ് റീലോഞ്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, എസ് ടിയുടെ റോഡ് കിങ് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഈ ഡീലേഴ്സ് മീറ്റപ്പിൽ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള എസ് ടി റോഡ് കിങ്ങിന്റെ കൺസെപ്റ്റ് കാണിച്ചിരിക്കുകയാണ്. കമ്പനി എന്തായാലും ഒഫീഷ്യലി ഇത് റോഡ് കിങ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എസ് ടിയെ തിരിച്ചുകൊണ്ടതിന് മുമ്പ് കമ്പനി ഒരു സൂചന നൽകിയിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത്. അതേപോലെ എസ് ടി അഡ്വഞ്ചർ റാലി പ്രോ വേരിയന്റും കാണിച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഒരു റാലി ബൈക്കിന്റെ ഡിസൈൻ ശൈലി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡീലേഴ്സ് മീറ്റപ്പിൽ കാണിച്ചു എന്നതിലുപരി മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒരു എഞ്ചിൻ ഓപ്ഷൻ തന്നെ 500cc റോഡ് കിങ്. എനിക്ക് ഈ മോട്ടോർ സൈക്കിളിലെ ടാങ്കിന്റെ ഡിസൈനാണ് ഇഷ്ടപ്പെടാഞ്ഞത്. രണ്ടാമത്തെ മുകളിൽ സെയിം 334cc എഞ്ചിൻ. അപ്പൊ മോജോന്റെ സൈലൻസർ ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ സൈലൻസറിന് ക്ഷാമം ഉണ്ടാവില്ല മോജോ കസ്റ്റമേഴ്സ്. പിന്നെ എസ് ഡി സ്കാംബ്ലറിന്റെ സ്ട്രീറ്റ് ഫൈറ്റർ വേരിയന്റും കാണിച്ചിട്ടുണ്ട്. ഈ മോഡൽ വൺ സൈഡ് ഡബിൾ എക്സോസ്റ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഫുള്ളി ആക്സസറീസ് ലോഡഡ് ആയിട്ടാണ് റാലി പ്രോയും കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഈ റോഡ് കിങ്ങിന്റെ ഡിസൈൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് ഇതിന്റെ ടാങ്ക്. പിന്നെ ഇത് ഫുള്ളി ഫിനിഷ്ഡ് മോഡലായിട്ടല്ല ഇവർ കാണിച്ചേക്കുന്നത്. ബാക്കിൽ ടെയിൽ ലൈറ്റോ ഇൻഡിക്കേറ്റേഴ്സോ നൽകിയിട്ടില്ല. ഇതൊരു കൺസെപ്റ്റ് മോഡൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊഡക്ഷൻ റെഡിയായ വേരിയന്റ് വരുമ്പോൾ ബാക്കിലെ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം നൽകുന്നതാണ്. ഇത് മോജോനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു ക്ലാസിക് ബൈക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോജോന്റെ പകരക്കാരനായിട്ട് ഇവനെ ഉൾക്കൊള്ളാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. ടി വി എസിന്റെ റോണിനും ഹോണ്ട ആർസ് ഹണ്ടർ ഈ മോട്ടോർ സൈക്കിളൊക്കെ ആയിട്ട് കോമ്പറ്റീഷൻ വന്നത്. എന്തുകൊണ്ടും റോഡ് കിങ് തിരിച്ചു കൊണ്ടുവരുന്ന കമ്പനി പറഞ്ഞേക്കൊണ്ട് തന്നെ ഇത് റോഡ് കിങ് ആയിട്ട് തന്നെ എനിക്ക് വരാൻ പോകുന്നു. റോഡ് കിങ്ങിന്റെ കുറച്ച് ഡിസൈൻ എലമെന്റും ഇവിടെ കാണാവുന്നതാണ്. ബാക്ക് കാണുമ്പോൾ ഡുക്കാട്ടി സ്ക്രാംബ്ലറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രതീക്ഷ 500cc റോഡ് കിങ്ങിലാണ്. ഈ കാണുന്ന ബൈക്ക് നിലവിലുള്ള എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ 500cc അങ്ങനെയല്ല, DOHC ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 500cc എഞ്ചിനാണ്, ഒരു പുതിയൊരു എഞ്ചിൻ. എന്റെ എക്സൈറ്റ്മെന്റ് അതിലാണ്. ഡീലേഴ്സ് മീറ്റപ്പിൽ ഇത്രയും മോഡലുകളാണ് അവർ കാണിച്ചത്. ഇത് എന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, എന്നാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്, കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ പേര് വെളിപ്പെടുത്താത്ത മോഡലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.